ഖനന കമ്പനികൾക്ക് അനുമതി നൽകാൻ താൻ വാക്കാലോ രേഖയാലോ ശുപാർശ ചെയ്തിട്ടില്ലെന്ന് എളമരം കരീം പറഞ്ഞു. ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യങ്ങൾ ഫയൽ നോക്കി പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ നിയമവും ഉദ്യോഗസ്ഥന്മാർക്ക് നിയമമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരം കൂടുതലുണ്ട്. ആ അധികാരം വിനിയോഗിക്കാൻ ഒരു മന്ത്രി അറിയണ്ട, ഒരു മന്ത്രിയോടും ചോദിക്കണ്ട. ഇന്നത്തെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ, എന്നിട്ട് ആർക്കാണ് ഉത്തരവാദിത്തം നിശ്ചയിക്കട്ടെ. ക്രമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ ഒരു കമ്പനിക്കും ശുപാർശ ചെയ്തിട്ടില്ല. വാക്കാലോ രേഖാമൂലമോ ശുപാർശ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്റെ മുമ്പിൽ ഒരപേക്ഷയും വന്നിട്ടില്ല. മന്ത്രിയുടെ മുമ്പിൽ അല്ല അപേക്ഷ വരുന്നത്. ഒരാൾക്ക് വേണ്ടിയും ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിട്ടില്ല. അതേസമയം പാർട്ടി പ്ലീന ദിവസം തന്നെ വാർത്ത കൊണ്ടുവന്നതിൽ അജണ്ടയുണ്ടെന്നും കരീം പറഞ്ഞു. പ്ലീനത്തിൽ ചർച്ച ചെയ്യുകയും വിവാദമുണ്ടാക്കുകയുമായിരുന്നു ലക്ഷ്യം. 27-ാം തീയതി രാവിലെ മലയാള മനോരമ പത്രം അതിന്റെ മുൻ പേജിലാണ് 5 കോടി കോഴ അരപ്പേജ് വാർത്ത. സംശയം നീളുന്നത് എളമരം കരീമിലേക്ക് എന്ന് ഉപതലക്കെട്ട് കൊടുത്തുകൊണ്ട് വാർത്ത വന്നത് എന്തായിരുന്നു? അതിന്റെ തലേ ദിവസം മലയാള മനോരമ ചാനലിൽ ഈ വാർത്ത എക്സ്ക്ലൂസീവായി കൊണ്ടുവന്നത് അവരാണല്ലോ. അവരാണ് മറ്റ് ചാനലിലെ റിപ്പോർട്ടർമാരെ അവരുടെ ചാനൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സുബൈർ MI ഷാനവാസിന്റെയും ടി സിദ്ദീഖിന്റെയും ഡ്രൈവറാണെന്നും കരീം പറഞ്ഞു. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തനിക്കെതിരെ ആരോപണമുണ്ടാക്കാൻ ഗൂഢാലോചന നടന്നെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.